ആത്മബന്ധു മനോഹരമായ നിശബ്ദമായ ഒരു രാത്രിയിൽ ഉറങ്ങാൻ തയ്യാറാവുകയാണ് നമ്മൾ. ഉറങ്ങാൻ തയ്യാറാകുന്ന ശരീരം, മനസ്സ്. ഈ ഉറക്കത്തിന് ഒരു ദൈവമുണ്ടോ? ഉണ്ട്. ഗ്രീക്ക് വിശ്വാസപ്രകാരം ഉറക്കത്തിന്റെ ദേവൻ ഹിപ്നോസ് ആണ്. ഹിപ്നോസ് എന്ന വാക്കിന് തന്നെ ഉറക്കം എന്നർത്ഥം വരുത്തുന്ന രീതിയിൽ ഹിപ്നോസിസ്, ഉറക്കത്തിലെ സഞ്ചാരങ്ങൾ. ഈ ഹിപ്നോസ് ആരിൽ നിന്ന് ജന്മം കൊണ്ടുവന്നു? രാത്രിയുടെ മകനാണ് ഹിപ്നോസ്. രാത്രി എന്ന അമ്മയ്ക്ക് ഇരുട്ടിൽ നിന്ന് ലഭിച്ച മകൻ. രാത്രിയും ഇരുട്ടും. എന്നിട്ടോ ഹിപ്നോസ് എവിടെയാണ് താമസിക്കുന്നതെന്നല്ലേ? രാത്രിയും പകലും സന്ധിക്കുന്നിടത്ത് നിന്ന് ഒരു പുഴ ഒഴുകി വരുന്നുണ്ട്. ലഥേ എന്നാണ് ആ പുഴയുടെ പേര്. മലയാളത്തിൽ പറഞ്ഞാൽ വിസ്മൃതി. വിസ്മൃതിയുടെ പുഴയോരത്ത് ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഹിപ്നോസ് താമസിക്കുന്നത്. ആ ഗുഹയെ സ്വപ്നങ്ങളുടെ തീരം എന്ന് വിശേഷിപ്പിക്കും. രാത്രി, ഇരുട്ട്, രാത്രിയും പകലും സന്ധിക്കുന്നിടം, അവിടെ നിന്നൊഴുകുന്ന വിസ്മൃതിയുടെ പുഴ, പുഴയുടെ തീരത്ത് ഒരു ഗുഹ, സ്വപ്നങ്ങളുടെ തീരം. അവിടെ വസിക്കുന്ന ഹിപ്നോസ് കരിങ്ങാലി മരം കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ കിടന്ന് ആ ഗുഹയുടെ വാതിലുകളിൽ വളരുന്ന നിഗൂഢമായ ചെടികളെ കണ്ട് ഹിപ്നോസ് ശാന്തമായിരിക്കുമത്രേ, ധ്യാനത്തിലെന്ന പോലെ. ശബ്ദമോ വെളിച്ചമോ ഹിപ്നോസിന്റെ ഭൂമിയിലേക്ക് കടക്കില്ല. സ്വപ്നങ്ങളുടെ ആ തീരങ്ങളിലേക്ക് കടക്കില്ല. സിയൂസ് എന്ന ദേവന് പോലും ഈ ഭൂമിയിലേക്ക് കടക്കാൻ പേടിയാണത്രേ. ഹിപ്നോസ് ഉറക്കത്തിന്റെ ഈശ്വരൻ, വിസ്മൃതിയുടെ പുഴ, രാത്രിയുടെ മകൻ. നമ്മളുടെ ഉറക്കം രാത്രിയുടെ മകനാണല്ലോ, ഇരുട്ടിന്റെയും സന്തതി തന്നെ. പക്ഷേ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക്, സ്വപ്നങ്ങളുടെ തീരങ്ങളിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ വിസ്മൃതിയുടെ ഒരു പുഴയോരത്തെത്തണം. അതെ, മറക്കണം. ഈ ദിവസത്തെ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ, അതിൻ്റെ ആകുലതകളെ എല്ലാം മറക്കണം. മറന്നിട്ടോ സ്വപ്നങ്ങളുടെ തീരത്തുള്ള ആ ഗുഹകളിൽ വിടരുന്ന നിഗൂഢമായ ചെടികളിലെ പുഷ്പങ്ങളുടെ ഗന്ധമാസ്വദിക്കണം. അതിൻ്റെ സൗന്ദര്യം കാണണം. സ്വസ്ഥമായിരിക്കണം. അവിടേക്ക് ശബ്ദവും വെളിച്ചവും കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് വെളിച്ചമൊന്നുമില്ലാതെ ആ ഇരുട്ടത്ത് ശാന്തസ്വരൂപനായ ഹിപ്നോസിനെ മനസ്സിൽ നനച്ച് നമുക്കുറങ്ങാം. ഉറക്കങ്ങളുടെ ദേവൻ നമ്മളെ ഒരു ദിവസത്തിൻ്റെ നന്മകളെ മാത്രം അറിയിച്ചുകൊണ്ട് ബാക്കിയെല്ലാം മറന്നു പോകാൻ അനുവദിക്കട്ടെ. നമുക്കെല്ലാത്തിനോടും ക്ഷമിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ ദ്രോഹിച്ചവരോട്, സങ്കടപ്പെടുത്തിയവരോട്, തോൽപ്പിച്ചു പോയവരോട് ഒക്കെ നമുക്ക് ക്ഷമിക്കാം. കാരണം ഈ ക്ഷമ എന്നെ ആ സ്വപ്നങ്ങളുടെ തീരത്തേക്ക് എത്തിച്ചാലോ, സുഖകരമായ ഉറക്കത്തിലൂടെ ആ ശാന്തത മുഴുവനും എനിക്ക് കൈവരിക്കാൻ സാധിച്ചാലോ. വിസ്മൃതിയുടെ ആ പുഴയോരത്തെ ഇനി ഒരിക്കലും നമുക്ക് മറക്കണ്ട. ക്ഷമിച്ചുകൊണ്ട്, പുറത്തുകൊണ്ട്, എന്നാൽ പരമമായും സ്നേഹിക്കുവാനുള്ള മനസ്സിൻ്റെ കെൽപ്പിനെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ഈ രാത്രി ഉറങ്ങാം. നാളത്തെ പ്രഭാതത്തിൽ മനോഹരമായ തീരങ്ങൾ, ജീവിതത്തിൻ്റെ മനോഹരമായ വസന്തങ്ങൾ നമുക്കായി കാത്തിരിക്കുകയല്ലോ. ആത്മബന്ധു, ശുഭരാത്രി.